എന്തെന്ന് വിവാഹമോചനങ്ങൾ കൂടാൻ കാരണം എന്ത്? അത് ഒത്തിരി കാരണങ്ങളിൽ ഒരു കാരണം ഒത്തിരി കാരണം പറയാം. ഒന്നാമത്തെ കാര്യം വെച്ചാൽ, ഏറ്റവും വലിയ കാര്യം വെച്ചാൽ, ഈ പല ബന്ധങ്ങളുടെ പിന്നാലെ പോകുന്നവൻ അവസാനം ഒരു ബന്ധവും ഉണ്ടാകുകയില്ലെന്ന് ബൈബിൾ പറയാറുണ്ട്. പല ദൈവങ്ങളെ ആരാധിക്കുന്നവന് അവസാനം ഒരു ദൈവങ്ങളും ഉണ്ടാകുകയില്ല എന്ന് പറയുന്നുണ്ട്. അതായത് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സംഭവങ്ങളിലൊന്ന്, ശരിക്കും ഭാര്യ ഭർത്താവ് കല്യാണം കഴിച്ച് ആദ്യമായി ഇവർ വിവാഹം കഴിച്ച് ഇവർ ശാരീരികമായിട്ട് അവർ ഐക്യപ്പെടുമ്പോൾ ശരിക്കും ഒരൊറ്റ മനസ്സും ഒരു ഹൃദയം ഒന്നിട്ട് മാറുകയും, അത് ശരി ഒരൊറ്റ രക്തമായിട്ട് മാറുകയും ഒരു മനസ്സായിട്ട് ഞാൻ പറയും, ഒരു ചെടിയിൽ ബഡ് ചെയ്യുന്ന പോലെ എന്ന് പറയും. ഈ ബഡിങ് നടത്തി കഴിഞ്ഞാൽ പിന്നെ ഇതാ ചെടിയോട് അഭേദ്യമായിട്ട് ചേർന്നിരുന്നത് വളരുകയാണ്. അതാണ് ഭാര്യ ഭർത്തൃ ബന്ധം. അത് അങ്ങനെയാണ് പറയേണ്ടത്. കുടുംബ ബന്ധത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അഭേദ്യമായി ഐക്യപ്പെടുക. പിന്നെ അത് വേർപിരിയാൻ പറ്റില്ലത്, ഒരിക്കലും വേർപിരിയാൻ പറ്റില്ലത്. അത് ഒരു ശരീരമായിട്ടത് വളർന്നു വരികയാണ്. അത് എന്തു കുറവ് ഭാര്യയ്ക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവിനുണ്ടെങ്കിൽ അത് മാറക്കണം, ഒന്നായിട്ട് അത് ഒട്ടിച്ചേരുന്നതാണ്. അതാണ് ദൈവം കൊടുക്കുന്ന ലൈംഗികമായ കഴിവ്. അത് കൊടുത്തിരിക്കുന്നതിന് മേലെ ഇതാണ് ഭാര്യ ഭർത്താവ് തമ്മിൽ ഒട്ടിച്ചേരുന്ന, ബഡ് ചെയ്യപ്പെടുന്ന, സ്നേഹത്തിൽ ഒന്നായിത്തീരുന്ന, ഒരു ശരീരമായി തീരുന്ന സംഭവമാണ്. അത് രണ്ടല്ല, ഒറ്റ ശരീരമാണെന്നാണ് പറയുന്നത്. ഒരു ബ്ലഡ്, ഒരു മനസ്സ്, ഒരു സ്വപ്നമാണ്. അങ്ങനെ വരുമ്പോൾ ജീവിത പങ്കാളി ഒരു മാനസിക രോഗിയാണെങ്കിലും പണമില്ലെങ്കിലും ജോലിയില്ലെങ്കിലും ഉപേക്ഷിക്കാൻ പറ്റില്ലത്. അത് ആത്മാവും മനസ്സും തമ്മിൽ ഒരു പ്രത്യേക സ്നേഹത്വമായിട്ടത് മനുഷ്യൻ, അതാണ് പൗലോസ് പറയുന്നത്, ഇത് മഹാരഹസ്യമാണെന്ന്, ഇത് വലിയ രഹസ്യമാണെന്നാണ് പറയുന്നത്. ആത്മീയ ഇത് ശരീരത്തിൻ്റെ ബന്ധം അതൊന്നായി മാറി. ഭാര്യയും ഭർത്താവും ഒന്നായി തീരുന്ന സംഭവമാണത്, രണ്ടായിട്ട് നിൽക്കലല്ല. ഇന്നെന്ത് കല്യാണം കഴിച്ചിട്ട് 8 ഒരു വർഷം കല്യാണം, ഇന്നത് പ്രേമബന്ധങ്ങൾ എന്തോ ഒരു ഡിവോഴ്സുകളാണ് വരുന്നറിയാമോ? അണക്കരയിൽ വരുന്ന ആളുകൾക്കൊരു പലപ്പോഴും എല്ലാ ധ്യാനത്തിനും തന്നെ ഉണ്ട് 8-10 ഡിവോഴ്സസ് എങ്കിലും വരും. 8-10 അല്ല, ഇപ്പം 90,000 പേരവിടെ താമസിച്ച് ധ്യാനം കൂടിയതിൽ പറയുകയാണെങ്കിൽ ഒരു 7,000-8,000 പേരെങ്കിലും ഡിവോഴ്സ് കേസസുമായിട്ട് വന്നവരാണ്. എന്ന് വെച്ചാൽ ഏകദേശം ഒരു 10% ആൾക്കാർ വന്നിരിക്കുന്നത് ഡിവോഴ്സുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്ത്രീയോട് പറഞ്ഞ യേശുവേ നന്ദി, സ്ത്രീയോട് പറഞ്ഞ ഹല്ലേലൂയ. അതിൽ ഭൂരിപക്ഷം പ്രേമബന്ധങ്ങളിൽപ്പെട്ടവർ ഒക്കെയാണ്. പ്രേമബന്ധങ്ങളിൽപ്പെട്ടവർ, ഒന്ന് പ്രേമബന്ധം, 2 മതം മാറി കല്യാണം കഴിച്ചു പോയിട്ടുള്ളവർ, വിശ്വാസം ഉപേക്ഷിച്ചുള്ള, അതെല്ലാം പൊട്ടിത്തകരുന്നതായിട്ട് കാണാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ എന്താ പ്രശ്നം? പലപ്പോഴും ഇന്ന് കാണുമ്പോൾ ചിലർക്കൊക്കെ വളരെ ചുരുക്കം ഈ ചെറുപ്പക്കാർ, യുവതികളൊക്കെ കോളേജ് ക്യാമ്പസുകൾ അല്ലെങ്കിൽ വീടിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഫ്രണ്ട്സുമായിട്ടോ കസിൻസുമായിട്ടോ ബന്ധുക്കളുമായിട്ടോ കൂട്ടുകാരിയായിട്ടൊക്കെ ശരീരം സമർപ്പിക്കുന്ന പ്രവർത്തികൾ സംഭവിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ. അപ്പം അങ്ങനെയുള്ള ബന്ധങ്ങൾ വരുമ്പോൾ പല ബന്ധങ്ങൾ നടന്നു. ഈ പല ബന്ധങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ, പിന്നെ ഈ ശരീരം ഒരു വിവാഹമെന്ന കൂദാശ നടത്തിയാൽ പോലും, ഞാൻ പറഞ്ഞത് ദേവാലയത്തിൽ ചേരില്ല, ഒട്ടിച്ചേരത്തില്ല. പല ബന്ധങ്ങളുടെ പിന്നാലെ പോയി കഴിയുമ്പോൾ പിന്നെ ഒരു ആത്മാക്യം. ഞാൻ ഇതിൻ്റെ ഒരു ഉദാഹരണം പറയാൻ പോകുന്നത് വല്ലാത്തൊരു ഉദാഹരണം. സ്ഥലത്ത് യേശുവേ നന്ദി. ഒരു പെൺവാണിഭ കേസിലെ ഒരു സ്ത്രീ, ഇവർ വർഷങ്ങൾ അത് കഴിഞ്ഞ് പിന്നെ മാനസാന്തരപ്പെട്ട് കേരളത്തിൽ ഒരിടത്ത് പോയി ഒരു കൺവെൻഷൻ ധ്യാനമൊക്കെ കൂടി മാനസാന്തരപ്പെട്ട് ആളിങ്ങനെ മാറിക്കഴിഞ്ഞ് കാലഘട്ടങ്ങളിൽ ഞാൻ ഒരിടത്ത് ധ്യാനം നടത്തുന്ന സമയത്ത് ഈ ആൾ ധ്യാനത്തിന് വന്നു. ഇയാൾ ധ്യാനത്തിന് വന്നിട്ട് എന്നോട് അച്ഛൻ സംസാരിക്കും. അപ്പോൾ കേട്ടപ്പോൾ വലിയൊരു സംഭവമാണ്. അപ്പം ഞാൻ ഇവരുടെ ചരിത്രം മുഴുവൻ എന്നോട് പറഞ്ഞു തുടങ്ങി. ഒരു ക്രൈസ്തവ സ്ത്രീ, പെൺകുട്ടി, 18-19 വയസ്സുള്ളപ്പോൾ തൊട്ടയൽവക്കത്തെ ഒരു സ്ത്രീ പറഞ്ഞു, മോളെ കാശുണ്ടാക്കാൻ ഞാൻ നിനക്കൊരു പരിപാടി പറഞ്ഞുതരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവളെ ഒരു ജോലി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരിടത്ത് വിട്ടു. അപ്പോൾ ഒരിടത്ത് വിട്ടിട്ട് അവിടെ ഒരുത്തൻ ഇവളെ ഉപയോഗിച്ചു. 2-3
1 മാസത്തോളം. അപ്പോഴത്തേക്കും ഇവൻ പറയുന്നത് നിൻ്റെ ഭാര്യയാണ്, നിന്നെ ഞാൻ കല്യാണം കഴിക്കുള്ളൂ, ഞാൻ. പക്ഷെ അതിനല്ല അവൻ്റെ ലക്ഷ്യം. അവന് വേറെ ഭർത്താവ്, ഭാര്യയുണ്ട്, എല്ലാം ഉണ്ട്, അവനെല്ലാം ഉണ്ട്. ഇവൻ തിന്നുക എന്നുള്ളത്. അപ്പം ഇവന് മനസ്സിലായി ഇവനും തമ്മിൽ പിന്നെ ഇവനില്ലാണ്ട് പറ്റത്തില്ല. തലതിങ്ങനെ കയറി നിൽക്കുക, ഇവനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. അപ്പോൾ ഇവള് പറഞ്ഞു, എന്നെ ഉടനെ ഇവനെ ഒരു ദിവസം പറഞ്ഞു, നമുക്ക് വേറെ സ്ഥലത്ത് നിന്നെ കൊണ്ടുപോകണം, നീ പേടിക്കുന്നുണ്ട്. ഇവൾ വേണ്ട, എനിക്ക് പറ്റത്തില്ല, എനിക്ക് പറ്റും കാറ്. പക്ഷെ ഇവളെ നിർബന്ധിച്ച് കാറെ കയറ്റിക്കൊണ്ട് കേരളത്തിൽ വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു ഹോട്ടൽ മുറി കൊടുത്ത് ഇവളെ കൊണ്ടുപോയി കിടത്തി. എന്നിട്ട് വേറെ ആൾക്കാരെ വിട്ടു. അങ്ങനെ അവൾ പറഞ്ഞു, 1 ആഴ്ച 2 ആഴ്ച കൊണ്ട് നിരവധി പേരെൻ്റെ ജീവിതം നശിപ്പിച്ചു, പണം വാങ്ങിച്ചെടുത്തു. അതോടെ ഇവളുടെ ഉള്ളിൽ ആരുമില്ലാതായി. അവനെയും മറന്നു, ഇവനെയും മറന്നു, അവളെ മറന്നു, എല്ലാം മറന്നു. ജീവിതം തകർന്നു. അപ്പോൾ ഇവളിങ്ങനെ പറയുമ്പോൾ എൻ്റെ മനസ്സിലോട്ട് കയറും സത്യം ഇത്. അതായത് പല ബന്ധങ്ങളിൽ പെട്ടുകഴിഞ്ഞാൽ പിന്നെ ഒരു ബന്ധങ്ങളുണ്ടാകില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, യുവാക്കൾക്ക്, യുവതികൾക്കുണ്ടാകാൻ പോകുന്ന തകർച്ചകൾ ഒന്നിതായിരിക്കും. ചില മക്കൾ വീട്ടിൽ ഒതുക്കാൻ പറ്റത്തില്ല. ആര് നോക്കിയാലും അവളെ ഒതുക്കാൻ പറ്റില്ല. പക്ഷെ ഒരു പ്രായം വരെ കൊച്ചിന് കുഴപ്പമില്ല. അപ്പം പള്ളി പോകില്ല, കുരിശ് വരയ്ക്കില്ല, മുട്ടുകുത്തത്തില്ല, ജപമാല ചൊല്ലത്തില്ല, എല്ലാത്തിനും ധാർഷ്ട്യം, കോപം, എനിക്കറിവുണ്ട്, എല്ലാത്തിനും എതിര്, പൈസ താ, കാശ് താ, വണ്ടി താ, ബൈക്ക് താ, കാറ് താ, എനിക്കത് വേണം, ഇത് വേണം, എനിക്ക് അവിടെ പഠിക്കണം. പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരോട് ഞാൻ പോവുക, ഞാൻ പോവുക, ഞാൻ വൈകിട്ട് വരും, രാത്രി വരും, എപ്പോഴാണ് വരുന്നത്, എവിടെ പോകുന്നു അറിഞ്ഞുകൂടാ. എനിക്ക് എറണാകുളത്തൊരു ഫാമിലി ഇതുപോലെ സ്പിരിറ്റ്, 2 പിള്ളേർ, 2 സ്പിരിറ്റ്, പൈശാചിക ഈ സ്പിരിറ്റ് കേട്ടിട്ട് വൈകിട്ട് നിങ്ങൾ പോവും, ബൈക്ക് എടുത്തിട്ട് പോക്കാം. പോയിട്ട് ഒരു ദിവസം അപ്പോൾ ഇവരുടെ പേരൻസ് വന്ന് എന്നോട് പ്രാർത്ഥിക്കാൻ ധ്യാനത്തിന് വന്നു അണക്കരയിൽ. അപ്പോൾ ഞാൻ കണ്ടുപാടെ ഞാൻ പറഞ്ഞു, ഒരു അപകടം മുന്നിൽ കാണുന്നുള്ളൂ. ദൈവം ഞാൻ പറഞ്ഞത് കൊണ്ടല്ല, സംഭവിച്ചത് ഒരു 3 ദിവസം കഴിഞ്ഞില്ല. പാലാരിവട്ടത്ത് വെച്ച് ഇവൻ വണ്ടിക്ക് അടിപ്പോയി, അവൻ മരിച്ചു. ഒരു 21-22 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ ഈ സ്പിരിറ്റ് ഇങ്ങനെ കൊണ്ടുപോകും, എവിടെയെല്ലാം കൊണ്ട് കയറ്റും. അത് എവിടെ കൊണ്ട് തകർക്കുന്ന പറയാൻ പറ്റും. ഇതാണ് വലിച്ചു പൊട്ടിക്കുന്നു. അത് സ്വയം നശിപ്പിക്കുന്ന സ്പിരിറ്റാണ്. ഇന്നത്തെ ഒരു സ്വയം നശിപ്പിക്കുന്ന സ്പിരിറ്റ്. ശ്രീമൂർത്തി പറഞ്ഞ ഹല്ലേലൂയ. രാപകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലും, കല്ലറകൾക്കിടയിൽ മരിച്ചവരുടെ കൂടെയാണ് ഇവൻ്റെ ജീവിതം. ഇവരെല്ലാം ഫ്രണ്ട്സിനെ ശ്രദ്ധിച്ചു. നിങ്ങളുടെ മക്കൾക്ക് എത്ര മക്കളുണ്ട്? നിങ്ങളുടെ മക്കൾക്ക് പ്രാർത്ഥിക്കുന്ന ആളുകളുമായിട്ടാണ് കൂട്ടുകെട്ട്, പള്ളി പോകുന്ന ആളുകളുമായിട്ടാണ് കൂട്ടുകെട്ട്, വിശ്വാസമുള്ള ആളുകളുമായിട്ടാണ് കൂട്ടുകെട്ട്, പ്രാർത്ഥിക്കുന്നവരുമായിട്ടാണോ നിന്റെ മകന് ബന്ധമുള്ളത്? വിശുദ്ധരോട് കൂടിയാണ് ഒന്നിക്കാൻ ആഗ്രഹിക്കുന്നത്, വിശ്വസ സ്ഥലങ്ങൾ സന്ദർശിക്കണം. അവൻ മാറിയില്ലേ, സ്പിരിറ്റ് കയറിയിട്ടുണ്ട്. ഈ സ്പിരിറ്റ് കയറി ഇത് പതുക്കെ കൂടും. ഇപ്പം നിന്നെ ഇത് കബളിപ്പിക്കുന്ന സ്പിരിറ്റ് നമ്മുടെ മുമ്പിലൊക്കെ അതല്ലേ. ഒരുപാട് കുടുംബങ്ങൾ ഇടിവെട്ടുന്ന സംഭവം ഉണ്ടാകും, ഇടുത്തി വീടുന്നത്. എന്താ വെച്ചാൽ ഒരു ദിവസം നേരം വെളുക്കുമ്പോൾ അറിയുന്ന മോളെ കാണാനില്ല, മോനെ കാണാനില്ല. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് വളരെ ഗൗരവമായ വചനത്തിലേക്ക് വരികയാണ്. അത് എഫേസ്യസ് ലേഖനം 6:10 മുതൽ 20 വരെയുള്ള വചനം. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിൽ നിങ്ങൾ കരുത്തുള്ളവരാകുവിൻ. സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കൂ. ദൈവം തരുന്ന ആയുധങ്ങൾ, ദൈവത്തിൻ്റെ ആ ആയുധങ്ങളുണ്ടെങ്കിൽ മാത്രമേ സാത്താൻ നമ്മളെ അടിക്കാതിരിക്കൂ, അല്ലെങ്കിൽ അടിക്കിട്ടും, ഉറപ്പാണ്. അപ്പം ദൈവത്തിൻ്റെ ആയുധങ്ങൾ, മനുഷ്യൻ്റെ ആയുധങ്ങളല്ല വേണ്ടത്, ദൈവത്തിൻ്റെ ആയുധങ്ങൾ, പരിശുദ്ധാത്മാവ് നൽകുന്ന ആയുധങ്ങൾ, സംരക്ഷണത്തിന് വേണ്ട ആയുധങ്ങൾ, പടച്ചട്ട, അത് മുഴുവൻ നമ്മൾ ധരിച്ചിരിക്കണം. അല്ലെങ്കിൽ തിന്മയുടെ ശക്തി നമ്മളെ ആഞ്ഞടിക്കും. അതുകൊണ്ടാണ് അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്വത്തിലും കരുത്തുള്ളവരാകുവാൻ സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത്. അവൻ്റെ തന്ത്രങ്ങൾ കുടിലമാണ്. കുടിലതന്ത്രങ്ങളൊക്കെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ സാത്താൻ്റെ കുടിലതന്ത്രങ്ങൾ ഞങ്ങൾ കാണാറുണ്ട്. ഞാൻ വളരെ വ്യക്തമായിട്ട് അനുഭവം. എൻ്റെ ശുശ്രൂഷയോട് ഞാൻ പറയും, പെട്ടെന്ന് ഞങ്ങൾ തീരുമാനങ്ങൾ മാറും. ശുശ്രൂഷയുടെ സമയം പെട്ടെന്ന് ഞങ്ങൾ റൂട്ട് മാറും. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചേഞ്ച് ചെയ്യും. കാരണം തിന്മയുടെ ശക്തികളുടെ നീക്കങ്ങളും കരുക്കൾ നീക്കുന്നത് പെട്ടെന്ന് ആത്മാവ് ബോധ്യപ്പെടുത്തി തരാറുണ്ട്. അപ്പോൾ അതുവരെ പെട്ടെന്ന് ഞങ്ങൾ റൂട്ട് മാറും. ചിലപ്പോൾ അത് ആത്മാവ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാം, അതുപോലെ ചെയ്യും. സ്വരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ.
അപ്പോൾ സത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുക. ദൈവത്തിൻ്റെ എല്ലാ അതിനിപ്പോൾ തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. തിന്മയുടെ ദിനത്തിൽ ചെറുത്ത്, ഇത് തിന്മയുടെ ദിനങ്ങളാട്ടോ. ഈ കാലഘട്ടം എന്ന് പറയുന്നത് തിന്മയുടെ ദിനങ്ങളാണ്, തിന്മയുടെ ശക്തിയുടെ ദിനങ്ങളാണത്. അതാണ് തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവാൻ. അതിനിടയ്ക്ക് പറയുന്നുണ്ട് സത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ എല്ലാ ആയുധങ്ങളും ധരിക്കും. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും എതിരെയാണ് പടവെട്ടുന്നത്. അതവിടെ പറയാണ്, ഇത് നിങ്ങൾ, അതായത് നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, നമ്മളൊരു മനുഷ്യനെതിരെയോ ഒരു വസ്തുവിനെതിരെയോ അല്ല കാണുന്ന, അതായത് നമ്മുടെ കണ്ണിൽ മുൻപിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങൾക്കെതിരെ അല്ല നമ്മൾ പടവെട്ടുന്നത്, വസ്തുക്കൾക്ക്. അതുകൊണ്ട് നമ്മൾ മാംസത്തിനും രക്തത്തിനും മാംസത്തിനും എതിരെയല്ല, നേരെ മറിച്ച് എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും പ്രിൻസിപ്പാലിറ്റീസ്, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരെ. സ്വർഗീയ ഇടങ്ങൾ, അതാ സഭയുടെ കൂട്ടായ്മയ്ക്കകത്തൊക്കെ ഇത് കയറും. സഭയെ ഭിന്നിപ്പിക്കുവാൻ വേണ്ടി അനേകം ദൈവമക്കളുടെ ഇടയിൽ ഇത് കയറി വരും. അത് സഭയെ ഭിന്നിപ്പിക്കാൻ വേണ്ടി, കൂട്ടായ്മ ഇല്ലാതാക്കാൻ വേണ്ടി, സ്നേഹം ഇല്ലാതാക്കാൻ വേണ്ടി, വിശുദ്ധി കളയാൻ വേണ്ടി, സഭയിൽ പിളർപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഇതിനകത്ത് കയറും. അതാണ് സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾ. അവയ്ക്കെതിരെയാണ് പടവെട്ടുന്നത്. അവയ്ക്ക് അങ്ങനെ പറയണം, ദുരാത്മാക്കൾ എന്ന വാക്ക് തന്നെ, ദുരാത്മാക്കൾ. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ശബ്ദം എത്തി പറഞ്ഞേ ഹല്ലേലൂയ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരെയാണ് പടവെട്ടുന്നത്. അതിനാൽ അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പരിശുദ്ധ ജ്ഞാനസ്നാനം സ്വീകരിച്ച് എന്നും കുർബാന സ്വീകരിക്കുന്ന ആളുകളെ പോലും ഞാൻ കണ്ടിട്ടുണ്ട് തിന്മയുടെ ശക്തികളുടെ ഇടപെടലുകൾ. ക്രിസ്തുലോഷം അവരുടെ തലയിൽ കഴിച്ച് ബന്ധിക്കുമ്പോൾ പോലും കണ്ടിട്ടുണ്ട്. ഇത്രയും മേഖല കണ്ടിട്ടുണ്ട്. അപ്പോൾ തിന്മയുടെ രൂപികളും കയറി പിടിക്കും. അത് കയറി വരാൻ നമ്മൾ വഴി തുറന്നാൽ കയറി വരും. സ്വരമൂർത്തി പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി, പടപെട്ട്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും. മനുഷ്യൻ്റെ ഇന്നത്തെ ആയുധം എന്ത്? പിടിച്ചു നിൽക്കാൻ പണം, പേര്, വിദ്യാഭ്യാസം, അതൊക്കെയാണ്. അതിൽ ദൈവം നൽകുന്ന ആയുധമാണ്. അതില്ലാതെ അതുണ്ടെങ്കിൽ മാത്രമേ ഇവൻ്റെ വാളുകൊണ്ടുള്ള വീശിയുള്ള വെട്ട് നമ്മൾ ആത്മാക്കളെ ശരീരത്തെ ബാധിക്കാതെ ഇരിക്കുകയുള്ളൂ. സർവോടത്തി പറഞ്ഞേ ഹല്ലേലൂയ, ശബ്ദം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കും. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കുക. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. സത്യം ആരാണ്? അത് ഈശോ തന്നെയാണ്. ഈശോ കൊണ്ട് നിറയ്ക്കുക. ഞാൻ സത്യം കൊണ്ട്, സത്യം ഈശോയുടെ വചനമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 17:17 അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ വചനമാണ് സത്യമെന്ന് പറയുന്നുണ്ട്. യോഹന്നാൻ 8:32 പറയുന്നുണ്ട്, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും. ഈശോയുടെ വചനമാണ് സത്യം. യോഹന്നാൻ 14:5-6 വചനമുണ്ട്, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലാണ്. ഈശോ കൊണ്ട് നമ്മുടെ ശരീരത്തെ നമ്മൾ മുറുക്കേണ്ട ഈശോയെ കൊണ്ട്. ഈശോ നമ്മളെ കെട്ടിപ്പിടിക്കുന്ന അനുഭവം ഉണ്ടാകണം. ഈശോയ്ക്ക് ജീവിതം വിട്ടുകൊടുക്കണം. പ്രാർത്ഥനയുടെ ജീവിതം കൊണ്ടാണ്. സത്യം കൊണ്ട് അരമുറുക. എപ്പോഴും ഈശോയോട് കൂടെ ആയിരിക്കുക, ഈശോയോട് കൂടെ ആയിരിക്കാൻ പ്രാർത്ഥനാ ജീവിതം, ആത്മീയ ജീവിതത്തിൽ പിന്നെ വാക്കുകൾ സത്യസന്ധത ഉണ്ട്. നുണ പറയരുത്. നിങ്ങളുടെ വാക്കുകൾ അതെ അതെ എന്നോ അല്ല എന്നോ ആയിരിക്കട്ടെ. അതിനപ്പുറമുള്ളത് മുഴുവൻ ദുഷ്ടനിൽ നിന്ന് വരുന്നു എന്ന് മത്തായി ശ്ലീഹ വചനത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ വാക്കുകൾ അതെ എന്നോ അല്ല എന്നോ ആയിരിക്കട്ടെ. അതിനപ്പുറമുള്ളതെല്ലാം ദുഷ്ടനിൽ നിന്ന് വരുന്നു, തിന്മയുടെ അരൂപികളിൽ നിന്ന് വരുന്നു. നുണ പറയുന്ന ആത്മാക്കൾ, നുണ പറയുന്നത് ഒരു പൈശാചിക അരൂപിയ. യോഹന്നാൻ 8:44 പറയുന്നുണ്ട് പിശാചിനെ കുറിച്ച്, അവൻ നുണയനും നുണയുടെ പിതാവുമാണ്,
അവൻ ആദ്യം മുതൽ കൊലപാതകയാണ്. അവൻ സത്യത്തിൽ നിലനിന്നിട്ടില്ല. ആ സത്യം പറയാം, നുണ പറയുന്നതാണ്. അപ്പം നമ്മൾ ഒത്തിരി മക്കളിൽ നിന്ന് നുണയുടെ ആത്മാക്കളുണ്ട്. നുണയുടെ ആത്മ സത്യം പറഞ്ഞാൽ ഒന്നും സംഭവിക്കുമെങ്കിൽ നുണ പറയും. കുമ്പസാരക്കൂട്ടി പോലും ചെന്നിട്ട് നുണ പറയുന്ന ആളുകളുണ്ട്. അപ്പനോട് നുണ, ഭാര്യയോട് നുണ, ഭർത്താവിനോട്, മക്കളോട് നുണ പറയുന്ന അധികാരികളോട് എല്ലാവരും നുണ പറയും. അത് അപ്പോൾ അതോടെ സാത്താന് പ്രവേശനമായി. നുണ പറയുന്ന ഒരു ആത്മാവാണ്, കള്ളം പറയുന്ന ആത്മാവ്, കള്ളത്തരം കാണിക്കുന്ന ആത്മാവ്. ശ്രമത്തിൽ പറഞ്ഞ അത് നുണയുടെ ആത്മാവ്, നുണയുടെ അരൂപിയുണ്ട്. ചിലർ നാവിൽ പച്ചക്കള്ളം പറയും, എല്ലാവരും കുറിച്ച് നുണ പറഞ്ഞ് പരസ്യപ്പെടുത്തും. അത് വലിയ പാപമാണ്. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, അത് പൈശാചിക ബന്ധനം. അപ്പോൾ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിക്കും. നീതി, ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, അത് എല്ലാവർക്കും അവൻ അർഹതമായത് കൊടുക്കുക. നീതി കാണിക്കുക, എല്ലാ ദരിദ്രനോടും നീതി, വേദനയ്ക്ക് നീതി, സ്വന്തം അപ്പനോടും അമ്മയോടും നീതി കാണിക്കുക, അമ്മയോട് നീതി കാണിക്കുക, ഭാര്യയോട് നീതി കാണിക്കുക, ഭർത്താവിനോട് നീതി, മരുമകനോട് നീതി കാണിക്കുക, മരുമകളോട് നീതി കാണിക്കുക, മക്കളോട് നീതി കാണിക്കുക, ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനോട് നീതി കാണിക്കുക. കൊല്ലരുത്, അതിന് ജീവിക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. അതിനെ കൊല്ലുമ്പോൾ ആ അമ്മ, ആ കുടുംബം, ആ കുഞ്ഞിനോട് നീതി കാണിക്കുന്നില്ല. ഒരു ജഡ്ജിയെ തൻ്റെ മുമ്പിൽ നിന്ന് കരയുന്ന നിഷ്കളങ്കനായ ഒരുവൻ്റെ നിലവിളിക്ക് അല്ലെങ്കിൽ സത്യസന്ധമായ തെളിവിന് നീതി കാണിക്കണം. അല്ലെങ്കിൽ അത് ജഡ്ജിയെയും കുടുംബത്തെയും ബാധിക്കും. അത് നീതി കാണിക്കണം. ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനോട് നീതി കാണിക്കണം. ഡോക്ടർ അതിനോട് നീതി കാണിക്കണം. സത്യസന്ധമായിട്ട് പെരുമാറണം. പാവങ്ങളോട് നീതി കാണിക്കണം. വേദനിക്കുന്നവരോട് നീതി കാണിക്കണം. അനാഥരോട് നീതി കാണിക്കണം. പിഞ്ചു കുഞ്ഞുങ്ങളോട് നീതി കാണിക്കണം. കുഞ്ഞുങ്ങളെ ദുരുപയോഗിക്കരുത്. അതാണ് മുമ്പ് അശുദ്ധാത്മാവ് കയറിയവന് പിഞ്ചു കുഞ്ഞെന്നോ 5 വയസ്സോ 3 വയസ്സോ 8 വയസ്സോ 10 വയസ്സെന്നോ 12 വയസ്സെന്നോ സഹോദരനോ മകളെന്നോ മകളുടെ മകനെന്നോ ഒന്നും നോക്കിയില്ല. അതാണ് ഈ അശുദ്ധാത്മാവ്. അൺകൺട്രോളിങ് സ്പിരിറ്റാണ്. അൺകൺട്രോളാണത്. ആ സ്പിരിറ്റിൽ നിന്ന് എല്ലാവരും കയറി പിടിച്ചിട്ടുണ്ട്. നമ്മൾ കൂടുതൽ അങ്ങോട്ട് വഴക്കുണ്ടാക്കിയെങ്കിൽ സ്വയം ഇടിക്കും, ചാത്തയ്ക്കും, നാശിപ്പിക്കും, കൂട്ടിക്കും, വാലിക്കും. ഞാൻ ഒരു പാഠം പാടിപ്പിക്കും എന്ന് പറയും. ഇറങ്ങി വീട്ടിൽ നോട്ടും ഓരോരോ തിന്മ പ്രവർത്തികളിൽ ഏർപ്പെടും. പ്രിസലോഷ് അവസാനം കാണുന്നത് ഇവനെ യേശു ബഹിഷ്കരിച്ച് കഴിയുമ്പോൾ ഇവൻ പോകുന്നത് 2000 പന്നികളിലേക്ക് പോവുക. ഈ 2000 പന്നികൾ കിഴക്കാന്തുക്കായ പാറയിലൂടെ പോയി കടലിൽ പോയി മുങ്ങിച്ചത്തു എന്നാണ് പറയുന്നത്. ശരിക്കും ഇത്രയും സ്പിരിറ്റുകൾ ഇവനിൽ ഉണ്ടായിരുന്നു. ഈ 2000 പന്നികളെ നശിപ്പിച്ച സ്പിരിറ്റ് 2000 അവിടെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാം കൊടുക്കരുത്. അതാണ് ഒരു കില്ലിങ് സ്പിരിറ്റാണ്. ഇത് നശിപ്പിക്കുന്ന ഒരു സ്പിരിറ്റാണ്. നശിപ്പിക്കുന്ന, അവനെ കൊണ്ടുപോയി കടലിൽ കൊണ്ടുപോയി തീനരകത്തിലേക്ക് കൊണ്ടുപോയി താക്കുന്ന ഒരു സ്പിരിറ്റാണ് ഇവനുള്ളത്. ഇത് ബുദ്ധി പഠിച്ച് വചനം പഠിച്ചാലേ അച്ഛൻ ഈ പറയുന്ന കാര്യം മനസ്സിലാവുള്ളൂ. സുവിശേഷ വചനങ്ങൾ വിശ്വസിച്ചാലേ മനസ്സിലാവുള്ളൂ. ക്രിസ്തുവിൻ്റെ അധരത്തിലൂടെ വന്ന വചനം, അപ്പസ്തോലന്മാർ അനുഭവിച്ച സംഭവം, ഇതൊക്കെ ലൂക്കാസ് മർക്കോസ് സുവിശേഷം കണ്ടിട്ടെഴുതുന്നത്. ഇതെല്ലാം ഇവർ കണ്ടത്. അപ്പസ്തോലന്മാർ ഇത് മുഴുവൻ കണ്ടു. ഈശോ പറയുന്നതും സാത്താൻ വിട്ടുപോകുന്നതും ഈ പന്നികളിലേക്ക് പോയി കയറുന്നതും പന്നികൾ കിഴക്കാന്തുക്കായ പാറയിൽ ഓടിപ്പോകുന്നു, കടലിൽ പോയി മുങ്ങിച്ചാകുന്നു. കണ്ടവരെഴുതിയതായത് അനുഭവിച്ചതെഴുതുക. അത് പുതിയ വ്യാഖ്യാനമൊന്നും കൊടുക്കരുത്. അപ്പോൾ ഇതാണ് ഈ യുവാവിനെ ബാധിച്ചിരുന്നത്, യുവതിയെ ബാധിച്ചിരിക്കുന്നത്. ഇത് മാറണം. ഇത് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അത് അശുദ്ധാത്മാവ് മാറട്ടെ. പ്രിസലോഷ് അച്ഛൻ ഇന്ന് പറയാനുള്ളത്, ദൈവം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വിശുദ്ധിയാണ്. വിശുദ്ധിയാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വിശുദ്ധിയുള്ള ഈശോ ഒന്ന് വസിക്കാൻ ആഗ്രഹിക്കുന്നു. ആത്മാവ് ഒന്ന് നിറയാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധിയുള്ള ഹൃദയങ്ങളും വിശുദ്ധിയുള്ള മനസ്സുകളിലാണ്. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നതുപോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും. ഉയർത്തിപ്പിടിച്ച് സ്നേഹിതൻ
ഒറ്റ വിളി ചങ്കുപൊട്ടി ഈശോയേ. അടിയട്ടെ 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 അടിയട്ടെ, ഉച്ചത്തിൽ പ്രാർത്ഥിക്കട്ടെ. വിടുതൽ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഈ കൂട്ടായ്മയിലും ദേശം മുഴുവനിലേക്ക് കടന്നു വരണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ബന്ധിക്കുന്നു 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 ബന്ധിക്കുന്നു, ഒറ്റ വിളിച്ചോയേ. കുടുംബങ്ങളെ തടസ്സങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ മക്കളിലേക്കും കർത്താവേ അങ്ങയുടെ തിരുരക്തം തളിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തിരിച്ചോര തളിക്കണം. തിരുരക്തം 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 ഒഴുകണം ഈശോയെ. ഓരോ വ്യക്തിക്ക് അത് അനുഭവം കൊടുക്കണം. അനുഭവം മാത്രം മതി കർത്താവ്. അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങൾ കഴുകണം. ഓരോ പരിശുദ്ധ കുർബാന ഈ സമയത്ത് അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലോകം മുഴുവൻ അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ നിന്ന് സിദ്ധപ്പെടുന്ന തിരുരക്തം കൊണ്ട് ഇപ്പോൾ ഈ കൂട്ടായ്മയെ കഴുകണേ, വിശുദ്ധീകരിക്കണേ. ഒറ്റ വിളിച്ചോയേ. വലിയൊരു തിന്മയുടെ ബന്ധനം, പൈശാചിക ശക്തി ഈ കൂട്ടായ്മയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായിട്ടും ഈ കൂട്ടായ്മയിലേക്ക് ആത്മാവ് ഇറങ്ങുന്നതായിട്ട് പരിശുദ്ധാത്മാവ്, സത്യാത്മാവ് പ്രവർത്തിക്കുന്ന വെളിപ്പെട്ട് കിട്ടുന്ന കാര്യങ്ങൾ ഉയർത്തി ഈശോയെ. പോരാ, ഉച്ചത്തില് ഈശോയുടെ പരിശുദ്ധ രക്തം ഈ സ്ഥലത്ത് തളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് വെളിപ്പെട്ട് കിട്ടുന്നു. ഒറ്റ വിളിച്ചോ കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഈ കൂട്ടായ്മയുള്ള മുഴുവൻ തിന്മയുടെ അരൂപികളെ കൂട്ടത്തോടെ ബന്ധിക്കുന്നു. ദേശത്തിന്റെ കേട്ടഴിക്കുന്നു. വചനം കേൾക്കാൻ സുവിശേഷത്തിലേക്ക് വരാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ മക്കളിലും തിന്മയുടെ ശുദ്ധരെ ബന്ധിക്കുന്നു. ഒറ്റ വിളി കരമെടുത്ത് ഈശോയെ. സ്തുതിക്കുന്നു.